Our next speaker is a rare combination. He's a politician and a seasoned businessman. Let me take this opportunity to call upon Mr. Shibu Tekumburam, Chairman Endanada, to deliver his thoughts. ആദരണീയനായ ധനകാര്യമന്ത്രി കെ എൻ ബാഗവൽ സാർ, മുൻ അംബാസഡർ പ്രിയപ്പെട്ട ടി പി ശ്രീനിവാസൻ സാർ, നമ്മുടെ എല്ലാമായ മാനേജിംഗ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ, പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ മികച്ച വാർത്താ ചാനലായ 24-ൻ്റെ ബിസിനസ് കോൺക്ലേവിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. നല്ലൊരു തുടക്കം ഇവിടെ കുറിക്കാനായിട്ട് കഴിഞ്ഞു. കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ വലിയ ഒരു പിന്തുണയോട് കൂടിയിട്ടാണ് ഈ കോൺക്ലേവ് ഇവിടുന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. കേരളത്തിലെ വ്യവസായ മേഖലയിലെ മികച്ച അടയാളപ്പെടുത്തലായി ഈ കോൺക്ലേവ് മാറട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സാമ്പത്തിക രംഗത്തെ വളരെ ശക്തമായ മുന്നേറ്റത്തിന്, അതോടൊപ്പം തന്നെ നമ്മുടെ ബിസിനസ് സജീവമാക്കുവാൻ ഈ കോൺക്ലേവ് ഉപകരിക്കും. ഇവിടെ 3 മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഈ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാനലിസ്റ്റുകൾ, അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രഗത്ഭ വ്യക്തികൾ, എല്ലാവരും വിവിധ മേഖലകളിൽ വലിയ നേതൃത്വം വഹിക്കുന്നവരാണ്. പ്രഗത്ഭരായ അവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ വലിയ ഒരു ചർച്ചകളും തീരുമാനങ്ങളുമായി ഇന്നത്തെ ഈ കോൺക്ലേവിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമുക്ക് മാറാനായിട്ട് കഴിയും. 24 ചാനൽ നമുക്കെല്ലാം അറിയാം, വ്യത്യസ്തമായി പരിപാടികൾ സംഘടിപ്പിക്കുകയും വേറിട്ട് ചിന്തിക്കുകയും ചെയ്യുന്ന വാർത്താ ചാനലായി നമുക്കെല്ലാവർക്കും വീക്ഷിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ നെറുകയിൽ എത്താനായി 24-ന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ഈ കോൺക്ലേവ് തീർച്ചയായും നമ്മുടെ വ്യവസായ മേഖലയ്ക്കും അതോടൊപ്പം തന്നെ സാമ്പത്തിക മുന്നേറ്റത്തിനും ശക്തി പകരും. അതിന് പ്രിയപ്പെട്ട എല്ലാവരുടെയും സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉള്ള ഒരു ശ്രമത്തിന് നമുക്ക് തുടക്കം കുറിക്കാം. തീർച്ചയായും നമുക്ക് എല്ലാ തരത്തിലും നമ്മുടെ നാട് ശക്തമായി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിനൊപ്പം നിന്ന് സഞ്ചരിക്കാൻ കഴിയുന്ന രാജ്യമായി നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അതിന് വലിയ വെല്ലുവിളികൾ നമ്മുടെ മുന്നിലുണ്ട്. ആ വെല്ലുവിളികളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയണം. എല്ലാ മേഖലയിലുമുള്ള ഒരു വളർച്ച, പ്രത്യേകിച്ച് നമുക്കറിയാം, ആനുകൂല്യങ്ങളും സംഭാവനകളും നൽകിയല്ല ഒരു രാജ്യത്തിൻ്റെ പുരോഗതി സാധ്യമാക്കേണ്ടത്. എല്ലാ തരത്തിലുമുള്ള വളർച്ച മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമാണ് ഒരു രാജ്യത്തിന് പുരോഗതി കൈവരിക്കാൻ കഴിയുകയുള്ളൂ. നിക്ഷേപങ്ങൾ കൊണ്ടുവരണം, വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയണം. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്താൽ തീർച്ചയായും ഈ നാട് എല്ലാ തരത്തിലും സമ്പന്നമാക്കാൻ കഴിയും. എല്ലാവർക്കും സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന നാടാക്കി നമ്മുടെ നാടിനെ മാറ്റാനായിട്ട്